ഹലോ ഹായ് ഹലോ ഒരിക്കൽ കൂടി കല്ലു കഫേയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനിന്നുള്ളത് റോക്കിംഗ്ഹാം ബീച്ചിലാണ്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ പറയുന്നുണ്ട്, അപ്പുറത്തിപ്പുറത്തൊക്കെയുള്ള ആൾക്കാർ എന്നെ തുറിച്ച് ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. സോ നമുക്കിന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഞാനിന്ന് ഇവിടെയുള്ള കാഴ്ചകളാണ് നിങ്ങളെ മുന്നിലെത്തിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ സുന്ദരമായ നമ്മുടെ ബീച്ചിലെത്തിക്കഴിഞ്ഞു. ഇതാണ് റോക്കിംഗ്ഹാം ബീച്ച്. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 35 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബീച്ചാണ് പേർത്തിൽ. എന്താ പറയുക, കൂട്ടത്തിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം ഒരു നല്ല വിശാലമായിട്ട് അങ്ങ് പരന്ന് കിടക്കുന്ന ഒരു ബീച്ചാണ്. നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിൽ നിന്ന് കളിക്കാൻ ചെയ്യാം. അതിൻ്റെ ഈ സൈഡിലായിട്ട് നമ്മുടെ എന്താ പറയുക പാർക്ക്, ഒരു സൈഡിൽ പാർക്ക്, പിന്നെ അവിടെ നമുക്കിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന നല്ല എന്താ പറയുക ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സെറ്റപ്പൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. എന്താ പറയുക, എപ്പോഴും നല്ല തിരക്കായിരിക്കും. തിരക്കാണെങ്കിൽ കൂടി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടേതായ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഓപ്പോസിറ്റായിട്ട് ആ പാരലൽ റോഡിൽ തന്നെ അവിടെ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കഫേസ് ഉണ്ട്. അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല സൗകര്യമുള്ള കാർ പാർക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഇതാ ഒരു സൈഡിൽ ഇടവിട്ടായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാടുണ്ടല്ലോ, അപ്പോൾ വിശാലമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-5 ഒരു ഇടവിട്ടിട്ടുണ്ട് ആ ഒരു പാർക്കുണ്ട്. പിന്നെ ഇതാ നമ്മുടെ നീല കളർ, ആകാശത്തിൻ്റെ കൂടെ ആ നീല കളർ വെള്ളവും കൂടി ആയപ്പോഴേ, നീലയും ഒരു പച്ച കളറും കൂടിയായിട്ട് ഉള്ളൊരു വെള്ളമൊക്കെ ഇങ്ങനെ പരന്ന് കിടക്കുക. നമ്മൾ പറയുക, ഒരു ചൂടുള്ള ദിവസം കൂടിയാണെങ്കിൽ നമുക്ക് ശരിക്കും ഇളം ചൂടും ഇളം കാറ്റുമായിട്ട് നമുക്ക് അങ്ങ് കുറച്ച് സമയത്ത് ഇരുന്നങ്ങ് എന്താ പറയുക, ആഘോഷിക്കാമെന്നല്ല, നമുക്കിങ്ങനെ ഇരുന്നങ്ങ് ആസ്വദിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇപ്പോൾ അവർ റിനോവേറ്റ് ചെയ്തതാണ് ഇവിടെ. റിനോവേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇവിടെ ഓരോ സ്ഥലത്തും അതിൻ്റേതായിട്ടുള്ള തറയിലായിട്ട് ഓരോതിൻ്റെയും ഹിസ്റ്ററിയും അത് കാര്യങ്ങളൊക്കെ അവർ അവിടെ ഇങ്ങനെ പാകി വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയണം, എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇപ്പം ഞാൻ പിള്ളേർക്ക് സ്കേറ്റിംഗ് അത് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഇവിടെയും കുറച്ച് കാർ പാർക്കിംഗ് ഉണ്ട്. ഇത് കൂടാതെ നമ്മൾ കുറച്ച് ഇതിൻ്റെ ഒരു പാരലൽ റോഡിലാണ് നമ്മൾ കാർ നിർത്തിയിട്ടേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോൺ ഉണ്ട്, അത് മൂവ് ചെയ്യുന്നൊരു സ്റ്റോണാണ്. അത് എനിക്ക് കൂടുതലായിട്ട് അങ്ങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. നമുക്ക് അവരുടെ അനുവാദം ഇല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പിള്ളേരായതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ ഇവിടെ എല്ലാവരും അവരുടെ പെറ്റ്സിനൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ നിൽക്കും. എനിക്ക് അവിടെയുള്ള പട്ടിയെ പേടിയായതുകൊണ്ടാണ് ഞാൻ വേഗം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറിയത്. എല്ലാവരും ഇവിടെ ഫിഷിങ്ങും ഉണ്ട്. കുറച്ചും കൂടി മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞൊരു പാലമുണ്ട്, അവിടെ നിന്നിട്ട് ഫിഷ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, അടുത്തത് പാർക്ക് കണ്ടു. ഇവിടെ പിള്ളേർക്ക് കളിക്കാനും കുറച്ച് സാൻഡിൽ നിന്ന് കളിക്കാൻ സാൻഡും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ടീസൊക്കെ ഇവിടെ നടത്തും, ബർത്ത്ഡേ പാർട്ടികളൊക്കെ ഇവിടെ നടത്താറുണ്ട്. നമ്മളിതുവരെ നടത്തിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ബീച്ചിൻ്റെ സൗന്ദര്യം ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കൂടി കാണാം. ഞാൻ മുന്നോട്ടേക്ക് നടക്കുക. ഇപ്പം മുന്നോട്ട് നടന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. ചിലപ്പം ചില കാര്യങ്ങൾ നമുക്ക് അതിനിടയിലൂടെ ആളുകൾ നടന്നു പോകുന്നുണ്ട്. എനിക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ആരെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുമോ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അപ്പോൾ അത് മോശമല്ല.
ഇവിടെ തൊട്ട് അങ്ങോട്ടേക്കാണ് അവർ റിനോവേഷൻ ചെയ്തത് കൂടുതലായിട്ടും. കാരണം ഈ ഒരു നമുക്ക് വ്യൂയിങ് പോയിൻ്റ് മുന്നേ ഉണ്ടായിരുന്നില്ല. അതിന് പകരം ഇത് കുറച്ച് പിറകോട്ടായിട്ട് സാധാരണ പോലെ തന്നെ ആ ഒരു ഫെൻസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മാത്രമേ ഉണ്ടായിരുന്നു. ഇതുവരിപ്പം വ്യൂയിങ് പോയിൻ്റ് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. നമുക്കിവിടെ നിന്നിട്ട് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ബീച്ചിൻ്റെ കാഴ്ചകൾ. അങ്ങനെ ഇവിടെ കാണുന്ന ആ ഒരു ചെറിയൊരു എന്താ പറയുക, നമുക്ക് തണലിൽ വന്ന് നന്നായിട്ടൊന്ന് കിടന്ന് വിശ്രമിക്കാനും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനും അവർക്കൊക്കെ ഉള്ള ഒരു സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ പാത്ത് വേ കാണില്ലേ, അവിടെ കാണുന്ന ആ ഒരു വർണ്ണശബളമായ ഒരു എന്താ പറയുക, നമ്മുടെ കുടകളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുന്നില്ലേ, അപ്പം അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ജസ്റ്റ് ഒരു ചെറിയൊരു ബെഞ്ചൊക്കെ മാത്രമായിട്ടാണ് ഇപ്പോഴാണ് കളർഫുള്ളാക്കിയത് അവർ. പിന്നെ ഈ ഷോപ്സും ഈ ബിൽഡിങ്സൊക്കെ പഴയതുപോലെ തന്നെയായിരുന്നു. അവിടെ ഒരു നമുക്ക് സർഫ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്വിമ്മിങ് ക്ലോത്ത്സൊക്കെ കിട്ടുന്ന ഷോപ്പാണിത്. ഇവിടെ നമുക്ക് ഒരു നല്ലൊരു, ഇതും പഴയതായിരുന്നു, പഴയ ആ ഒരു ബിൽഡിംഗ് തന്നെയായിരുന്നു. ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല അത്യാവശ്യം നന്നായിട്ട് ഫുഡൊക്കെ കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഈ മുന്നോട്ടേക്ക് നടന്നു പോകുമ്പം കാണുന്ന ഈ കളർഫുള്ളായിട്ടുള്ള ബെഞ്ചസൊക്കെ മുന്നേ ഉണ്ടായിരുന്നില്ല. മുന്നേ അത് ജസ്റ്റ് ഇതുപോലെ എന്താ പറയുക, ഇത്ര നല്ല നീറ്റായിട്ട് അവർ ഇങ്ങനെ കളർഫുള്ളൊന്നും ആയിട്ടില്ല. സാധാരണ നമുക്കൊരു നടന്നു പോകാനുള്ള സെറ്റപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടം തൊട്ടിട്ട് നമ്മുടെ ആ ഒരു, പിന്നെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാണുന്ന പാലം ഇല്ലേ, ആ പാലമൊക്കെ പഴയത് രീതിയിൽ തന്നെയായിരുന്നു. ഇവിടെ ഇപ്പം ഈ റെസ്റ്റോറൻറ്റ്സൊക്കെ ഒന്നുകൂടി നല്ലൊരു സെറ്റപ്പിലായി. പിന്നെ ഇവിടെ ഈ സൈഡിലിരുന്നിട്ടും നമുക്ക് തണലിലിരുന്നിട്ടും നമുക്ക് കടലിൻ്റെ ബീച്ചിൻ്റെ ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള രീതിയിലേക്ക് അവർ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. എന്തായാലും റിനോവേറ്റ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം ഇവിടെയുള്ള കാഴ്ചകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ആ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്ഥലമായ നമ്മുടെ ഒരു പാലത്തിൻ്റെ അടുത്തേക്കാണ്. ഇന്ന് 28 ഡിഗ്രി ആയിരുന്നു ചൂടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബീച്ചിൽ ഇങ്ങനെ നടന്ന് എന്താ പറയുക, ചൂടധികം ഉണ്ടായിരുന്നില്ല, തണുത്ത കാറ്റും ഉണ്ടായിരുന്നു, ആസ്വദിക്കാൻ പറ്റി. അവിടെ ഇങ്ങനെ പിന്നെ ഇവിടെ നിന്നിട്ട് നമുക്ക് ഫിഷിങ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഞാൻ എൻഡ് വരെ ഒന്നും പോകുന്നില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ഭംഗി കാണിച്ചു തരാൻ പറ്റുന്ന സ്ഥലം വരെ ഞാനിന്ന് പോകുന്നുള്ളൂ. കാരണം അവിടെയൊക്കെ ഭയങ്കര തിരക്കാണുള്ളത്. എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു ബീച്ചിൻ്റെ സൗന്ദര്യം മുഴുവനായിട്ടും കാണിച്ചു തരാൻ പറ്റി എന്ന് എൻ്റെ ഒരു വിശ്വാസം മാത്രം. നിങ്ങളും ആസ്വദിക്കൂ, വീഡിയോ കാണുക. അപ്പം ഒന്നുകൂടി ഞാൻ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം നമ്മളിപ്പോൾ ബീച്ചിലേക്ക് വെള്ളത്തിലാണ് നമ്മൾ. കൊട ചൂടുന്ന് എടുക്കണോ? ഇനി സ്ലോ മോഷനിൽ നടന്നു. വെള്ളത്തിന് തണുപ്പല്ലേ? ഇവിടെ മറ്റേ ക്യാപ്പല്ല വെച്ചോ, വെള്ളത്തിൽ വീണു.